ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. എരിശ്ശേരി ആട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം നമ്മളൊരു ബൗളിലോട്ട് ഒരു 1 കപ്പ് അളവിൽ വൻപയർ എടുക്കുക. എന്നിട്ട് അത് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് മത്തനാണ്. ഞാനിവിടെ അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിലവർ വൻപയറും മത്തനും ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ രണ്ടും സെപ്പറേറ്റ് അല്ല. ആദ്യം വൻപയർ ഇടുക, എന്നിട്ട് അത് വേകാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ഹാഫ് കുക്ക് വരെ കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അതിന് ശേഷം ഇത് ഒരു ഹാഫ് കുക്ക് ആയതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ ചെയ്തെന്താണെന്ന് വെച്ചാൽ മത്തന് പൊതുവേ കുക്കിംഗ് ടൈം കുറവാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം വൻപയർ കുക്ക് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് കുക്കായതിന് ശേഷം ഞാൻ മത്തൻ ഇട്ട് കൊടുത്തത്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് 1 കപ്പ് തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 4 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു പച്ചമുളകും പിന്നെ ചെറിയ ജീരകമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മത്തനും മമ്പയറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കുറവാട്ടോ. അപ്പോൾ ഞാൻ ഇതിന് ലാസ്റ്റ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മത്തൻ ആഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ മിക്സ് ചെയ്യുമ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ ശ്രമിക്കാറ്. ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. തേങ്ങയിലോട്ട് വെള്ളം പാരണ്ട. അതിന് ശേഷം നമുക്ക് ശരിക്കും ഈ ഒരു മത്തനും മമ്പയറിലും വെള്ളം വേണം. എൻ്റേത് ഇവിടെ കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു നല്ല ലൂസും അല്ല എന്നാൽ നല്ലൊരു ടൈറ്റ് അല്ല എന്നുള്ള രീതിയിൽ ഒരു പാകത്തെ കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നുണ്ട്. നമുക്കറിയാലോ സദ്യക്കുള്ള കൂട്ടാനൊക്കെ വിളമ്പുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, എരിശ്ശേരിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ വെള്ളം ആഡ് ചെയ്ത് അതിനനുസരിച്ച് റെഡിയാക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളെ കൂട്ടാൻ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാട്ടോ നമുക്ക് നമ്മുടെ മത്തനും മമ്പയറും കൂട്ടാൻ എരിശ്ശേരിയുടെ പരുവം ഇതാണ്. ഓക്കെ, അടുത്ത് നമുക്ക് നമ്മളെ കൂട്ടാൻ താളിച്ചൊഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ആഡ് ചെയ്യാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ ഒരു 2 വറ്റൽമുളകും ആഡ് ചെയ്ത് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ ഒരു ചട്ടിയിലോട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടാൻ ഇടുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഇടുമ്പോൾ ഉള്ള സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കടുക് പൊട്ടിച്ചതിലേക്ക് കറി ഒഴിച്ച് പാരുക, അല്ലെങ്കിൽ നമ്മൾ എന്താണോ താളിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു ചട്ടിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് വരികയോ ചീന്നുള്ള സൗണ്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള എലിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. സദ്യയൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ എൻ്റെ ഒക്കെ ഈ റെസിപ്പി ആയിക്കോട്ടെ. ഇതല്ല, ഇനിയും സദ്യ റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.